നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 2, ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 1. സഞ്ജയ ഉവാച തം തദാ കൃപയാവിഷ്ട മശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യമുവാച മധുസൂദന. സഞ്ജയൻ പറഞ്ഞു, അങ്ങനെ കരുണാർദ്രനായി അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു, ഭൗതികമായ അനുകമ്പയും വിലാപവും കണ്ണുനീരുമെല്ലാം ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളാണ്. ശാശ്വതാത്മാവിനോടുള്ള അനുകമ്പയാണ് ആത്മസാക്ഷാത്കാരം. മധുസൂദന എന്ന നാമം ഇവിടെ അർത്ഥവത്താണ്. പണ്ട് മധു എന്ന രാക്ഷസനെ ഭഗവാൻ കൃഷ്ണൻ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ അർജുനന് വേണ്ടത് തന്റെ കൃത്യനിർവഹണത്തിന് തടസ്സമായി നിൽക്കുന്ന വ്യാമോഹമെന്ന അസുരനെ നശിപ്പിക്കലാണ്. എവിടെയാണ് കരുണ കാണിക്കേണ്ടതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. മുങ്ങിച്ചാകാൻ പോകുന്ന ഒരാളുടെ ഉടുപ്പിനോട് കരുണ കാട്ടുന്നത് ബുദ്ധിശൂന്യതയാണ്. അജ്ഞാനമാകുന്ന കടലിൽ വീണ ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരത്തെ പുറംചട്ട അഥവാ ഉടുപ്പ് രക്ഷിച്ചുവെന്നതുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെടുന്നില്ല. ഇതറിയാതെ ആ വസ്ത്രത്തിനെ കുറിച്ച് വൃഥാ വിലപിക്കുന്ന ഒരാളെ ശൂദ്രനായി മാത്രമേ കരുതാനാവൂ. അനാവശ്യമായി ദുഃഖിക്കുകയാണയാൾ. അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയന് അനുയോജ്യമല്ല ഈ സ്വഭാവം. ഇപ്രകാരമുള്ള പെരുമാറ്റം അർജുനനിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അജ്ഞനായ മനുഷ്യന്റെ വിലാപത്തെ ശമിപ്പിക്കുവാൻ കൃഷ്ണന് കഴിവുണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഭഗവത്ഗീത ഉപദേശിച്ചത്. ഈ അധ്യായത്തിൽ പരമാധികാരിയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൗതിക ശരീരത്തെയും ആത്മാവിനെയും കുറിച്ച് നിഷ്കൃഷ്ടമായ പഠനം നടത്തി നമ്മെ ആത്മസാക്ഷാത്കാരത്തിലെത്തിക്കുന്നു. കർമ്മഫലേച്ഛയില്ലാതെ തന്റെ മൂലസ്വരൂപ സങ്കല്പത്തിൽ വർത്തിക്കുമ്പോൾ മാത്രമേ ഈ ആത്മസാക്ഷാത്കാരം സാധ്യമാകൂ.